ലോകഭൂപടത്തിന്റെ 1/6 നിറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങളുടെയും അതിജീവനത്തിന്റെയും വീരഗാഥകൾ പേറുന്ന റഷ്യ. ആർട്ടിക് സമുദ്രവും സൈബീരിയൻ കാടുകളും പർവ്വതനിരകളും പസഫിക് സമുദ്രവും അതിരിടുന്ന അതിവിസ്തൃതമായ രാജ്യം. ആ മണ്ണിലാണ് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല വിപ്ലവങ്ങളും ആശയങ്ങളും ജന്മമെടുത്തത്. നൂറ്റാണ്ടുകളോളം സാർ ചക്രവർത്തിമാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന റഷ്യൻ സാമ്രാജ്യത്തിൽ സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമായിരുന്നു. ചക്രവർത്തിമാരുടെ വാക്കായിരുന്നു നിയമം. വലിയ കൊട്ടാരങ്ങളും അളവറ്റ സമ്പത്തും റോമനോവ് രാജവംശത്തിന് സ്വന്തമായിരുന്നു. ഭൂരിഭാഗം ജനങ്ങളും കർഷകരും ദരിദ്രരുമായിരുന്നു. അവർക്ക് ഭക്ഷണത്തിനോ അവകാശങ്ങൾക്കോ വേണ്ടി സമരം ചെയ്യാനുള്ള അനുവാദമില്ല. പക്ഷേ 1-ാം ലോക മഹായുദ്ധം റോമനോവ് ഭരണത്തെ പ്രതിസന്ധിയിലാക്കി. ദാരിദ്ര്യം സഹിക്കവയ്യാതെ ജനങ്ങൾ തെരുവിലിറങ്ങി. ഈ സമയത്താണ് വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് പാർട്ടി രംഗത്തു വരുന്നത്. 1917 ചോരപുരണ്ട വിപ്ലവത്തിനും വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനുമൊടുവിൽ 1922 ലോകഭൂപടത്തിൽ ഒരു പുതിയ ചുവപ്പൻ രാഷ്ട്രം ഉദയം ചെയ്തു. റഷ്യ ഒരു പുതിയ യുഗത്തിലേക്ക് ഉണർന്നു. ലെനിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സോവിയറ്റ് യൂണിയൻ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹിക പരീക്ഷണശാലയായി മാറി. ചക്രവർത്തിമാരുടെ ആഡംബരങ്ങൾ ഇല്ലാതായി. പകരം തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന മുദ്രാവാക്യം മുഴങ്ങി. കമ്മ്യൂണിസം എന്നത് കേവലം പുസ്തകത്തിലെ ഒരു സിദ്ധാന്തമല്ല, മറിച്ച് ഓരോ പൗരന്റെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണെന്ന് ഭരണകൂടം വാശി പിടിച്ചു. അങ്ങനെ വിഭവങ്ങൾ വിഭജിക്കപ്പെട്ടു. സ്വകാര്യ സ്വത്തെന്ന ആശയം ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തിൽ പിടിമുറുക്കി. ഭൂമിയും ഫാക്ടറികളും മുതൽ ഒരു പൗരൻ കഴിക്കുന്ന ആഹാരം വരെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് എല്ലാവർക്കും അവരുടെ ആവശ്യാനുസരണം എന്ന മാർക്സിയൻ തത്വം നടപ്പിലാക്കാൻ പാർട്ടി ശ്രമിച്ചത് അത്യന്തം കണിശതയോടെയായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം ഒരു പുതിയ ശൈലിയിലേക്ക് മാറി. കമ്മ്യൂണൽ ക എന്നറിയപ്പെട്ടിരുന്ന കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റുകളിലായിരുന്നു ഭൂരിഭാഗം മനുഷ്യരും താമസിച്ചിരുന്നത്. ഒരു വലിയ കെട്ടിടത്തിലെ ഓരോ മുറിയിലും ഓരോ കുടുംബങ്ങൾ. കുറെ കുടുംബങ്ങൾക്ക് ഒരൊറ്റ പൊതു അടുക്കള. ഓരോ നിലയിലും നിശ്ചിത എണ്ണം ശൗചാലയങ്ങൾ. ഭരണകൂടം നിശ്ചയിക്കുന്ന ജോലികളും സർക്കാർ നൽകുന്ന റേഷനും കൊണ്ടുവേണം ജീവിക്കാൻ. ഇത്തരമൊരു വിചിത്രമായ സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്ന രാജ്യത്ത് ലെനിൻഗ്രാഡിലെ 10-ാം നമ്പർ ബസ്കോവ് ലൈനിലെ ഒരു പഴയ ബിൽഡിംഗിലായിരുന്നു വ്ളാഡിമിർ സ്പിരിഡോനോവിച്ച് പുട്ടിനും ഭാര്യ മരിയ ഇവാനോവ്നയും കഴിഞ്ഞിരുന്നത്. സ്പിരിഡോനോവിച്ചിന് സോവിയറ്റ് നാവികസേനയുടെ അന്തർവാഹിനി വിഭാഗത്തിലായിരുന്നു ജോലി. 2-ാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ രാജ്യം അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരു അട്ടിമറി സംഘത്തിന്റെ ഭാഗമായി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കാൻ നിയോഗിക്കപ്പെട്ട ആ സംഘത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു. സ്പിരിഡോനോവിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇക്കാലത്ത് ലെനിൻഗ്രാഡ് നഗരം ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ ഉപരോധത്തിൽ അമർന്നിരുന്നു.
ഹിറ്റ്ലറുടെ സൈന്യം നഗരത്തെ വളഞ്ഞ ആ 900 ദിവസങ്ങളിൽ മരിയ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു. പട്ടിണി നഗരത്തെ ശ്മശാനമാക്കി. ഓരോ തരി ധാന്യത്തിനും സ്വർണത്തേക്കാൾ വിലയുള്ള ആ കാലത്ത് മരിയയ്ക്ക് തന്റെ 2 മക്കളെയും വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ആദ്യപുത്രൻ ആൽബർട്ട് ശൈശവത്തിൽ തന്നെ വിടവാങ്ങിയിരുന്നു. രണ്ടാമത്തെ മകൻ വിക്ടർ ഉപരോധകാലത്തെ അതിരൂക്ഷമായ പട്ടിണിയും ഡിഫ്തീരിയ രോഗവും ബാധിച്ച് മരിയയുടെ കൈകളിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങി. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന ആ നഗരത്തിൽ സ്വന്തം മകന്റെ ശരീരം മാന്യമായ രീതിയിൽ സംസ്കരിക്കാൻ പോലും ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അജ്ഞാതരായ ആയിരക്കണക്കിന് മനുഷ്യർക്കൊപ്പം ഒരു കൂട്ടക്കുഴിമാടത്തിലേക്ക് തന്റെ മകനെ വിട്ടുകൊടുക്കേണ്ടി വന്ന ആ അമ്മയുടെ വേദന വാക്കുകൾക്കതീതമായിരുന്നു. പട്ടിണി മരിയയെയും തളർത്തി. ഈ സമയത്താണ് ആശുപത്രിയിൽ നിന്നും മടങ്ങിയ സ്പിരിഡോനോവിച്ച് അവിടെ എത്തുന്നത്. യുദ്ധം അവരുടെ മക്കളെയും ആരോഗ്യത്തെയും കവർന്നെടുത്തെങ്കിലും തകർന്നുപോയ ലെനിൻഗ്രാഡിലെ പഴയ അപ്പാർട്ട്മെന്റിൽ അവർ ജീവിതം വീണ്ടും തുന്നിച്ചേർക്കാൻ ശ്രമിച്ചു. യുദ്ധം അവസാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ലെനിൻഗ്രാഡിന്റെ തെരുവുകളിൽ നിന്ന് വെടിയൊച്ചകളും വിലാപങ്ങളും മാഞ്ഞു തുടങ്ങി. പട്ടിണിയുടെയും മരണത്തിന്റെയും കരിനിഴൽ വിട്ടൊഴിഞ്ഞു. തങ്ങളുടെ 2 കൺമണികളെയും നഷ്ടപ്പെട്ട യുദ്ധത്തിന്റെ കനൽപ്പാടുകൾ ഉള്ളിലൊളിപ്പിച്ച ആ ദമ്പതികൾക്ക് മുന്നിൽ വിധി ഒരു വലിയ അത്ഭുതം കരുതി വച്ചിരുന്നു. 1952 ഒക്ടോബർ 7. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സ്പിരിഡോനോവിച്ചിനും മരിയയ്ക്കും ഒരാൺകുട്ടി ജനിച്ചു. മരണത്തെ തോൽപ്പിച്ചു തിരിച്ചുവന്ന പിതാവ് തന്റെ പേര് തന്നെ ആ മകന് നൽകി. വ്ളാഡിമിർ വ്ളാഡിമിറോവിച്ച് പുടിൻ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1950കളിലെ ലെനിൻഗ്രാഡ്. യുദ്ധത്തിന്റെ മുറിവുകളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ആ നഗരത്തിലെ ബോസ്കോവ് ലൈനിലെ 5ാം നിലയിലെ പഴയ കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റിലായിരുന്നു പുടിന്റെ ബാല്യകാലം. 1960 അവനെ പിതാവ് വീടിനടുത്തുള്ള സ്കൂൾ നമ്പർ 193 ചേർത്തു. പഠനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടിയായിരുന്നു പുടിൻ. തികഞ്ഞ ഒരു വഴക്കാളി. പൊക്കക്കുറവിന്റെ പേരിൽ കളിയാക്കുന്ന സഹപാഠികളുമായി അവൻ നിരന്തരം തല്ലുകൂടി. പലപ്പോഴും അധ്യാപകർക്ക് അവനൊരു തലവേദനയായി. പഠനത്തെക്കാൾ കൂടുതൽ തെരുവിലെ അടിപിടികളിലായിരുന്നു പുടിന് താൽപര്യം. സോവിയറ്റ് യൂണിയനിലെ മാതൃകാ കുട്ടികളുടെ സംഘടനയായ യങ് പൈനിയേഴ്സിൽ സാധാരണ കുട്ടികൾക്ക് 10 വയസ്സിൽ അംഗത്വം ലഭിക്കാറുണ്ട്. എന്നാൽ പുടിന്റെ അച്ചടക്കമില്ലായ്മ കാരണം അവൻ അംഗത്വം ലഭിക്കാൻ വൈകി. സോവിയറ്റ് യൂണിയനിലെ ഓരോ കുട്ടിയുടെയും സ്വപ്നമായിരുന്നു യങ് പൈനിയേഴ്സ്. 10 വയസ്സാകുമ്പോൾ കഴുത്തിൽ ചുവന്ന സ്കാർഫ് കെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുസരണയുള്ള കേഡറ്റുകളായി മാറുന്ന ആ നിമിഷം ഒരു വലിയ അംഗീകാരമായാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. മിക്ക കുട്ടികളും 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഈ സംഘടനയിൽ അംഗമാകുമ്പോൾ വ്ളാഡിമിർ പുടിന് മാത്രം ആ ചുവന്ന സ്കാർഫ് അണിയാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാതെ പുറത്തിറങ്ങി നടക്കാനും സഹപാഠികളുമായി വഴക്കിടാനുമായിരുന്നു അവനിഷ്ടം. പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് അവനെ പുറത്താക്കേണ്ടി വന്നു.
ഏകമകൻ ഒരു തെരുവ് ഗുണ്ടയായി മാറുമോ എന്ന് സ്പിരിഡോനോവിച്ചും മരിയയും ഭയപ്പെട്ടു. പട്ടിണിയും മരണവും കണ്ട അവർക്ക് മകൻ വഴിതെറ്റിപ്പോകുന്നത് കാണാൻ വയ്യായിരുന്നു. പുട്ടിന്റെ ടീച്ചറായിരുന്ന വേര ഗുറേവിച്ച് ഒരിക്കൽ അവന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. നിങ്ങളുടെ മകൻ ബുദ്ധിമാനാണ്, പക്ഷേ അവൻ തന്റെ ഊർജം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുട്ടിൻ തന്റെ ശൈലി മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഇക്കാലത്താണ് അവൻ ആയോധന കലകളിൽ പരിശീലനം നേടുന്നത്. ആദ്യം പുട്ടിൻ പരിശീലിച്ചത് സോവിയറ്റ് യൂണിയന്റെ സ്വന്തം ആയോധന കലയായ സാംബോ ആയിരുന്നു. സ്വയം പ്രതിരോധത്തിനായി വികസിപ്പിച്ചെടുത്ത പരുക്കൻ മുറകളായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ജൂഡോയിലേക്ക് തിരിഞ്ഞു. ജെന്റിൽ വേ എന്നാണ് ജൂഡോ അറിയപ്പെടുന്നത്. ഇവിടെ സ്വന്തം കരുത്തിനേക്കാൾ പ്രധാനം എതിരാളിയുടെ കരുത്തിനെ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുക എന്നതാണ്. ഒരു ചെറിയ മനുഷ്യന് തന്നെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരാളെ എങ്ങനെ വീഴ്ത്താമെന്ന് ജൂഡോ പുട്ടിനെ പഠിപ്പിച്ചു. അതവന് വലിയ ആത്മവിശ്വാസം നൽകി. ആയോധനകല പുട്ടിന് വെറുമൊരു കായിക വിനോദമായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പാടെ മാറ്റിമറിച്ചു. ജൂഡോയിലെ കണിശമായ നിയമങ്ങളും പരിശീലനവും പുട്ടിന്റെ ഉള്ളിലെ പരുക്കൻ സ്വഭാവത്തെ മെരുക്കി. എപ്പോൾ ആക്രമിക്കണം, എപ്പോൾ പിന്മാറണം എന്ന വിവേകം അദ്ദേഹം പഠിച്ചു. ഗുരുവിനോടും എതിരാളികളോടും കാണിക്കേണ്ട ബഹുമാനം അദ്ദേഹത്തെ ഒരു മാന്യനായി വളരാൻ സഹായിച്ചു. കൂടാതെ ഇക്കാലത്ത് പുട്ടിനിൽ കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം കൂടി വളർന്നു കഴിഞ്ഞിരുന്നു. ഒരു ചാരനാവുക. സിനിമകളും നോവലുകളും തന്നെയാണ് ചെറുപ്പകാലത്ത് അത്തരമൊരു സ്വപ്നം അവനിൽ വളർത്തിയത്. 1960കളിൽ സോവിയറ്റ് യൂണിയനിൽ ചാരന്മാരുടെ വീരഗാഥകൾ പറയുന്ന സിനിമകൾക്കും നോവലുകൾക്കും വലിയ പ്രചാരമുണ്ടായിരുന്നു. ദ സ്വാഡ് ആൻഡ് ദ ഷീൽഡ് എന്ന സിനിമ പുട്ടിനെ വല്ലാതെ സ്വാധീനിച്ചു. അതിലെ നായകനായ സ്റ്റാനിസ്ലാവ് ലുപ്ഷിൻ അവതരിപ്പിച്ച ചാരൻ നാസി ജർമ്മനിക്കുള്ളിൽ കടന്ന് രഹസ്യങ്ങൾ ചോർത്തുന്ന അദൃശ്യ പോരാളിയായിരുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കാനും മറ്റുള്ളവരറിയാതെ കരുനീക്കങ്ങൾ നടത്താനുമുള്ള പുട്ടിന്റെ സ്വാഭാവികമായ കഴിവ് ഈ താൽപര്യത്തിന് വളമിട്ടു. ആരെയും വിശ്വസിക്കാത്ത, എപ്പോഴും ജാഗ്രത പുലർത്തുന്ന സോവിയറ്റ് ഭരണകൂടത്തിന് കീഴിൽ വളർന്ന ഒരു കുട്ടിക്ക് ആ വ്യവസ്ഥിതിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള KGB ഒരു സ്വപ്ന ലോകമായിരുന്നു. അവന്റെ ഈ താൽപര്യത്തിന് പിന്നിൽ മറ്റൊരു മനഃശാസ്ത്രപരമായ കാരണവുമുണ്ടായിരുന്നു. ശാരീരികമായി മെലിഞ്ഞവനും ഉയരം കുറഞ്ഞവനുമാണ് വ്ളാഡിമർ. ചാരസംഘടനയിൽ ശാരീരികമായ കരുത്തിനേക്കാൾ പ്രധാനം ബുദ്ധിയും തന്ത്രങ്ങളുമാണെന്ന് അവൻ മനസ്സിലാക്കി. ഈ മോഹം തലയ്ക്ക് പിടിച്ചാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ തന്റെ വീടിനടുത്തുള്ള ലിറ്റേനി പ്രോസ്പെക്റ്റിൽ തല ഉയർത്തി നിൽക്കുന്ന ഭീമാകാരമായ കെട്ടിടത്തിലേക്ക് കയറി ചെന്നത്. ബോൾഷോയ് ഡോം അഥവാ വലിയ വീടെന്നറിയപ്പെട്ടിരുന്ന കെട്ടിടം. സോവിയറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയായ KGBയുടെ പ്രാദേശിക ആസ്ഥാനമായിരുന്നു അത്. ആളുകൾ ഭയത്തോടെ കാണുന്ന കെട്ടിടത്തിലേക്ക് വെറും 16 വയസ്സുള്ള വ്ളാഡിമർ വലിയ കവാടങ്ങൾ കടന്നു നടന്നു. റിസപ്ഷനിസ്റ്റിനോട് ആ ബാലൻ തന്റെ ലക്ഷ്യം വ്യക്തമാക്കി. എനിക്കിവിടെ ജോലി ചെയ്യണം. ആ ഉദ്യോഗസ്ഥൻ പുട്ടിനെ നിരാശനാക്കി മടക്കിയില്ല. പകരം അവനൊരു മാർഗനിർദ്ദേശം നൽകി. KGB ആരെയും അങ്ങോട്ട് പോയി വിളിക്കാറില്ല, തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അതിനൊന്നുകിൽ നീ സൈന്യത്തിൽ ചേരണം, അല്ലെങ്കിൽ നിയമം പഠിക്കണം. KGB ഓഫീസറുടെ ആ വാക്കുകൾ
വ്ലാഡിമറിന്റെ ഉള്ളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങി. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി നിയമപഠനമാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ 1970 പ്രശസ്തമായ ലെനിൻഗ്രാഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിയമപഠനത്തിന് അപേക്ഷിച്ചു. 100 അപേക്ഷകരിൽ നിന്ന് വെറും 10 പേർക്ക് മാത്രം പ്രവേശനം ലഭിച്ചിരുന്ന ആ എലൈറ്റ് കോഴ്സിലേക്ക് വ്ലാഡിമർ തെരഞ്ഞെടുക്കപ്പെട്ടു. അവന്റെ ബുദ്ധിശക്തിയുടെയും ലക്ഷ്യബോധത്തിന്റെയും തെളിവായിരുന്നു അത്. കോളേജ് കാലമായപ്പോഴേക്കും ആഡംബരങ്ങളില്ലാത്ത കഠിനമായ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയായി അവൻ മാറി. അപ്പോഴും ജൂഡോ പരിശീലനം ഉപേക്ഷിച്ചില്ല. ഈ സമയത്താണ് അവന്റെ കുടുംബത്തെ തേടി അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യമെത്തുന്നത്. ലോട്ടറിയിലൂടെ അവർക്ക് ഒരു സാപ്പോറോ ഷെറ്റ്സ് കാർ സമ്മാനമായി ലഭിച്ചു. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് അത് വലിയൊരു സമ്പത്തായിരുന്നു. ആ കാർ വിറ്റ് ജീവിതം മെച്ചപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും ഏകമകന് കോളേജിൽ പോകാൻ അവർ ആ കൊച്ചു കാർ സമ്മാനമായി നൽകി. അങ്ങനെ ആ കാലത്ത് സ്വന്തമായി കാറുള്ള അപൂർവം വിദ്യാർത്ഥികളിൽ ഒരാളായി വ്ലാഡിമർ മാറി.